രോഹിത് ശർമ്മയുടെ ലീഡർഷിപ്പിനെ പറ്റി ഒരിക്കലും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് തോന്നുന്നില്ല. എന്താ വെച്ചാൽ ഡ്രസ്സിംഗ് റൂമിൽ പ്രത്യേകിച്ചും എല്ലാ കളിക്കാരുടെയും ബാക്കിങ്ങുള്ളൊരു ക്യാപ്റ്റനായിരുന്നു. ആദ്യം തൊട്ടേ അങ്ങനെയാണ്. ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ചും വലിയ കാര്യമാണ്. അവരുടെ കൂടെ കുറേ സമയം ചെലവഴിക്കും, അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കണ ഒരു ക്യാപ്റ്റനാണ്. അപ്പം അതൊരിക്കലും ഒരു ഫോമിൻ്റെ ചോദ്യങ്ങളായിരുന്നു. ഈ ഇത്രയും വലിയ ഒരു ടൂർണമെന്റിൽ രോഹിത് ശർമ്മയ്ക്ക് ഇപ്പോഴും റൺസ് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം. അത് പക്ഷെ കഴിഞ്ഞ T20 ലോകകപ്പ് ഇന്ത്യ ജയിച്ചത് നോക്കുകയാണെങ്കിൽ അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്നിങ്സ് ഓസ്ട്രേലിയക്കെതിരെ 40 ബോളിൽ 90 റൺ എടുത്തത് അത് രോഹിത് ശർമ്മയായിരുന്നു. അപ്പൊ അത് 8 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അത് 8 മാസം കൊണ്ടൊന്നും പെട്ടെന്ന് ഒരാളുടെ കളി മുഴുവനായിട്ട് പോവില്ല. അപ്പൊ ഇന്നലെ അതാണ് തെളിയിച്ചത്. ആ ഒരു ക്ലാസ് നമ്മൾ പറയുന്നത് അത് അത്ര പെട്ടെന്ന് ഒരാളുടെ പോവില്ല. കോഹ്ലിയുടെ ഇന്നലത്തെ ഒരു സ്പീച്ചിൽ അവസാനം അദ്ദേഹം ഒരു വിടവാങ്ങൽ പോലെയുള്ളൊരു സൂചനയുണ്ടോ അതിനകത്ത്? കാരണം ഇനി പുതുതലമുറ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും അവശേഷിപ്പിക്കേണ്ട എന്നൊക്കെയുള്ള രീതിയിലാണ് കോഹ്ലി സംസാരിച്ചത്. അല്ല, ഇനി കുറെ ഇവരുടെ രണ്ടുപേരുടെ കാര്യത്തിലും കുറെ ഒരു നീണ്ട ഗ്യാപ്പ്. ഇനിയിപ്പോ ഒരു ചാമ്പ്യൻസ് ട്രോഫി ഇല്ല. ഇനി വരാൻ പോണ ഒരു 50 ഓവർ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് അടുത്ത ലോകകപ്പ് 2027 എന്ന് പറഞ്ഞാൽ ഇനി 2 കൊല്ലമുണ്ട്. അപ്പോഴേക്കും രോഹിത് ശർമ്മയ്ക്ക് ഏകദേശം 40 വയസ്സ്, കോഹ്ലിക്ക് 39 ആവാം, 39-അടുത്തെത്തും. അപ്പൊ ഈ ഒരു ഏജിൽ ആർക്കും പറയാൻ പറ്റില്ല എപ്പോഴാണ്. ഇപ്പൊ സച്ചിനൊക്കെ 38 ആവുമ്പോഴാണ് ലോകകപ്പിൽ 2 സെഞ്ചുറിയൊക്കെ അടിച്ചത് 2011. അതിനുശേഷം പക്ഷെ ടെസ്റ്റിൽ സെഞ്ചുറി അടിച്ചില്ല, ODIയിൽ ആകെ 1 മാത്രം. പിന്നെ ഏകദേശം 2.5 കൊല്ലം കളിച്ചു. അപ്പൊ ഈ പ്രായത്തിൽ ശരിക്കും നമുക്ക് പറയാൻ പറ്റില്ല കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കാൻ പറ്റുമെന്ന്. പിന്നെ അവരൊന്നും ഇപ്പൊ ഈ മറ്റേ ബയലാറ്ററൽ ODIസിലൊന്നും കളിക്കാറുമില്ല വലിയ കളിക്കാർ. പ്രത്യേകിച്ച് അവര് കളിക്കാൻ വരിക എപ്പോഴാണ് ലോകകപ്പിന് മുമ്പ് ഒരു 6 മാസം മുമ്പുള്ള സീരീസിലൊക്കെ മാത്രം കളിക്കും. അപ്പൊ പുതിയ കോച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് മാസമേ ആയിട്ടുള്ളൂ. ഒരു പുതിയൊരു ചിന്താഗതിയും കൂടി വന്നത് കാരണം അവര് ചിലപ്പോൾ പുതിയ കളിക്കാരെ നോക്കുകയായിരിക്കും ഞാൻ ലോകകപ്പ് ആകുമ്പോഴേക്കും.